എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരാരെയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ബുധനാഴ്ച സിംബാബ്വേക്കെതിരായ മൂന്നാം T20 മത്സരത്തിന് ഇറങ്ങുമ്പോൾ പരമ്പരയിൽ ലീഡ് നേടാനാണ് ടീം ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ 13 റൺസിന്റെ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ 100 റൺസിന്റെ തകർപ്പൻ ജയത്തോടെയാണ് സിംബാബ്വേക്ക് മറുപടി നൽകിയത്. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 234 എന്ന സ്കോർ ആണ് നേടിയത്. എന്നിരുന്നാലും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉണ്ടായിരുന്ന യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, ശിവം ദുബെ എന്നിവർ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിനാൽ അഭിഷേകിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. T20 ലോകകപ്പിനിടെ ഒരു കളിയിലും പങ്കെടുത്തിട്ടില്ലാത്ത ജയ്സ്വാളിനും സഞ്ജു സാംസണിനും IPL-ന് ശേഷമുള്ള ആദ്യ മത്സരമാകും നാളത്തേത്. അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ തന്നെ താരം ധ്രുവ് ജുറലിൽ നിന്ന് വിക്കറ്റ് കീപ്പിംഗിന്റെ റോൾ സഞ്ജു സാംസൺ ഏറ്റെടുക്കും. കഴിഞ്ഞ മത്സരത്തിൽ പുറത്താകാതെ 77 റൺസ് നേടിയെങ്കിലും ജയ്സ്വാളിന്റെ വരവ് ഋതുരാജ് ഗെയ്ക്വാദിനെ 11-ൽ നിന്ന് പുറത്താക്കാൻ കാരണമാകും. നാളെ വൈകുന്നേരം 4:30 മുതലാണ് മത്സരം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യ സിംബാബ്വെ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം ഓപ്പണറായി ജയ്സ്വാൾ എത്തും. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിലാകും അഭിഷേക് ശർമ്മ എത്തുന്നത്. 4-ാം നമ്പറിൽ മലയാളി താരം സഞ്ജു സാംസൺ എത്തുമ്പോൾ 5-ാമനായി റിയാൻ പരാഗും ഇറങ്ങും. 6-ാം നമ്പറിൽ റിങ്കു സിംഗ് എത്തും. ഇനി ബൗളിംഗ് നിരയിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്താൻ സാധ്യതയില്ല. കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ തന്നെ സ്പിന്നിൽ വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ് എന്നിവരും പേസ് നിരയിൽ ഹർഷത്താണ്, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ എന്നിവരും ഉണ്ടാകും. ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് ഇന്ത്യൻ ടീമിന്റെ വിശ്വാസവും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.